വഖഫ് ഭേദഗതി ബില്ല് ബുധനാഴ്ച പാർലമെന്റിൽ. ബില്ലിന് മേലുള്ള ചർച്ചയിൽ രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും പങ്കെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. അതേസമയം വിഷയത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കരുതെന്നും കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, കൂടുതൽ ചർച്ചകളിലേക്ക് അല്ലെങ്കിൽ KCBC അടക്കം വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണം കേരളത്തിൽ നിന്നുള്ള MP-മാർ എന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് 2 ദിവസം കഴിയുമ്പോൾ, അതായത് മറ്റന്നാളാണ് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുക. ബില്ലിന് മേലുള്ള ചർച്ചയിൽ രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും പങ്കെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങൾ. 2-ാം തീയതി ബുധനാഴ്ച പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായ സൂചനകൾ. അന്ന് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾ സഭയിൽ ഉണ്ടാകണമെന്നുള്ളതാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചത്. മാത്രമല്ല, ഈ ബില്ലിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്, അനാവശ്യമായ ഭീതി പരത്തരുത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറിച്ച് ഇത് സംബന്ധിച്ചിട്ടുള്ള ക്രിയാത്മകമായ ചർച്ചയിൽ മുഴുവൻ അംഗങ്ങളും, അത് രാഷ്ട്രീയത്തിലുപരി മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കണമെന്നുള്ളതാണ് പ്രധാനമായും കേന്ദ്രമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചത്. നേരത്തെ പാർലമെന്റിൽ ഈ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ചതാണ്. അന്ന് വലിയ എതിർപ്പുകൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഇത് പ്രത്യേക സമിതിക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം ഈ വഖഫ് ഭേദഗതി ബിൽ പരിശോധിക്കുന്ന ജഗദംബിക പാൽ BJP-യുടെ MP അധ്യക്ഷനായ സമിതി അദ്ദേഹം വിവിധ മേഖലകളിൽ സന്ദർശിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ, വിവിധ സംഘടനകൾ, വിവിധ മത സംഘടനകൾ, ജാതി സംഘടനകൾ അടക്കമുള്ളവരുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ച ശേഷം അതിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തിയ ശേഷമാണ് ഇപ്പോൾ 2-ാം തീയതി വീണ്ടും പാർലമെന്റിൽ ഈ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ CBC കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ KCBC-യും ഇതുമായി ബന്ധപ്പെട്ട് വഖഫ് ഭേദഗതി അവതരിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും. ശരി, എന്തായാലും ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇതിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP-മാരുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചിരുന്നു. ക്രൈസ്തവ സഭകൾ, KCBC അടക്കമുള്ള ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നും ശക്തമായി വഖഫ് ബില്ലിനെ അനുകൂലിക്കണം എന്നുള്ള ആവശ്യം പുറത്തേക്ക് വരുമ്പോഴാണ് മറ്റന്നാളാണ് വഖഫ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത്. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.